എൻ്റെ പേര് ജാക്സൺ. കോട്ടയം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് എൻ്റെ വീട്. ഈ സംഭവം നടന്നത് 2004-ലാണ്. എന്നും ആ ദിവസങ്ങൾ ഓർക്കുമ്പോൾ ശരീരം മുഴുവൻ ഒരു തണുപ്പ് കയറും. പലരോടും പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്ന് അറിയാമായിരുന്നു. ചിലർ കളിയാക്കും, ചിലർ മനസ്സിൻ്റെ തോന്നലാണെന്ന് പറയും. പക്ഷേ ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രം അറിയാം. 2004-ൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയമായിരുന്നു. വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ കൃഷിയും റബ്ബറും ചെറിയ ബിസിനസ്സും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വരുമാനവും ഉണ്ടായിരുന്നു. എനിക്ക് ജോലി ചെയ്യേണ്ട നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെറുപ്പം മുതലേ സ്വന്തമായി സമ്പാദിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എറണാകുളത്തെ ഒരു സ്വകാര്യ കമ്പനിയിൽ ചെറിയ ശമ്പളത്തിന് ജോലി സ്വീകരിച്ചത്. എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. ഇത്രയും ദൂരം പോയി ആ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യാൻ എന്തിനാടാ എന്ന്. എന്നാൽ എനിക്കതൊരു വാശിയായിരുന്നു. അന്നെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ കറുത്ത ബുള്ളറ്റ് ബൈക്കായിരുന്നു. അന്നത്തെ കാലത്ത് ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നത് തന്നെ ഒരു അഭിമാനമായിരുന്നു. എല്ലാ ദിവസവും പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങും. ഏകദേശം 3 മണിക്കൂർ യാത്ര ചെയ്താണ് ഓഫീസിലെത്തുക. വൈകിട്ട് ജോലി കഴിഞ്ഞ് തിരികെ വരുമ്പോഴേക്കും പലപ്പോഴും രാത്രി 9 മണിയോ 10 മണിയോ ആയിരിക്കും. ഞാൻ സ്ഥിരമായി പോകുന്ന വഴിയായിരുന്നു. ഓരോ വളവും ഓരോ മരവും വരെ എനിക്ക് പരിചയമായിരുന്നു. എറണാകുളത്ത് നിന്നിറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞാൽ റോഡിലെ വാഹനങ്ങൾ കുറയും. പിന്നെ ചെറിയ ഗ്രാമങ്ങളും റബ്ബർ തോട്ടങ്ങളും നെൽപ്പാടങ്ങളും മാത്രമാണ്. ചില ഭാഗങ്ങളിൽ റോഡിൻ്റെ ഇരുവശവും വലിയ മരങ്ങൾ നിൽക്കും. രാത്രിയാകുമ്പോൾ ആ ഭാഗം മുഴുവൻ ഇരുട്ടിൽ മുങ്ങും. ഇടയ്ക്ക് ദൂരെ ഒരു വീടിൻ്റെ വെളിച്ചം മാത്രം കാണാം. അങ്ങനെ ഒരു ദിവസം സെപ്റ്റംബർ മാസമായിരുന്നുവെന്ന് തോന്നുന്നു. അന്ന് ഓഫീസിൽ ജോലി കുറച്ച് വൈകി. ഇറങ്ങുമ്പോഴേക്കും മഴ ചാറി തുടങ്ങിയിരുന്നു. ഹെൽമെറ്റ് ധരി ഞാൻ പതിവ് പോലെ യാത്ര തുടങ്ങി. മഴ അധികമില്ല, പക്ഷേ റോഡ് നനഞ്ഞു കിടക്കുകയായിരുന്നു. എൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം മാത്രമായിരുന്നു ആ റോഡിൽ കേൾക്കുന്നത്. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അതിനടുത്ത് റോഡരികിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. അടുത്തെത്തിയപ്പോഴാണ് ഒരു പ്രായമായ വൃദ്ധനാണെന്ന് മനസ്സിലായത്. വെളുത്ത മുണ്ട്, മങ്ങിയ നിറമുള്ള ഷർട്ട്, തോളിൽ ഒരു പഴയ തോർത്ത്, മുഴുവൻ നരച്ച മൂടി. മഴ നനഞ്ഞിട്ടും അയാൾ അനങ്ങാതെ നിൽക്കുകയായിരുന്നു. ഞാൻ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം കൈ ഉയർത്തി ലിഫ്റ്റ് ചോദിച്ചു. അന്ന് രാത്രി ആ വഴിയിൽ വേറെ ആരെയും കണ്ടില്ല. ആ പ്രായത്തിലുള്ള ഒരാളെ അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ മനസ്സ് വന്നില്ല. ഞാൻ വണ്ടി നിർത്തി. എവിടേക്കാണ് പോകേണ്ടത് അപ്പച്ച? അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, എവിടെയാണ് ഇറങ്ങേണ്ടത്? വീണ്ടും മറുപടിയില്ല. അദ്ദേഹം പതിയെ കൈ ഉയർത്തി മുന്നോട്ടേക്ക് വിരൽ ചൂണ്ടി. അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു അത്ഭുതം തോന്നി. ചെവി കേൾക്കില്ലായിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അദ്ദേഹം പതിയെ ബുള്ളറ്റിൻ്റെ പിന്നിൽ കയറിയിരുന്നു. അദ്ദേഹം വരുന്ന ഉടനെ എനിക്കൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. വയസ്സായ ആളാണെങ്കിലും വണ്ടിയിൽ കയറുമ്പോൾ ഒരു ശബ്ദം പോലും ഉണ്ടായില്ല. സാധാരണ പിന്നിലൊരാൾ കയറുമ്പോൾ വണ്ടിയൊന്ന് അമരും, ചെറിയ അനക്കമെങ്കിലും ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഒന്നും ഉണ്ടായില്ല. ഞാനത് അത്ര കാര്യമാക്കിയതുമില്ല. വണ്ടി മുന്നോട്ടെടുത്തു. കുറച്ചു നേരം ആരുമൊന്നും സംസാരിച്ചില്ല. ഞാനടക്കെ സംസാരിക്കാൻ ശ്രമിച്ചു. ഈ സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത്? മറുപടിയില്ല. വീട് ദൂരെയാണോ? വീണ്ടും നിശബ്ദത. ആ നിശബ്ദത എനിക്ക് അസ്വസ്ഥതയുണ്ടാക്കി. ബുള്ളറ്റിൻ്റെ എൻജിൻ ശബ്ദം മാത്രം, അതിനു പുറമെ ഒന്നുമില്ല. മഴയുടെ മണം, റബ്ബർ തോട്ടത്തിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ്, ഇടയ്ക്ക് ചീവീടുകളുടെ ശബ്ദം. അങ്ങനെ കുറച്ച് കിലോമീറ്റർ പോയപ്പോൾ ഞാൻ റിയർ വ്യൂ മിററിലൂടെ ഒന്ന് നോക്കി. പക്ഷേ മിററിൽ അയാളുടെ മുഖം വ്യക്തമായി കാണുന്നില്ല. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചവും പിന്നലെ ഇരുട്ടും ചേർന്ന് മുഖം മുഴുവൻ നിഴലിലായിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് കയറി. മഴ കൊണ്ടുള്ള തണുപ്പല്ല, എന്തോ കാരണം പറയാൻ പറ്റാത്ത ഒരു തണുപ്പ്. എൻ്റെ കൈകളിൽ രോമാഞ്ചം വന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. ഇത്രയും നേരം പിന്നിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഒരു ശ്വാസത്തിൻ്റെ ശബ്ദം പോലും കേൾക്കുന്നില്ല. സാധാരണ പിന്നിലിരിക്കുന്ന ആളുകൾ ഇടയ്ക്ക് ചുമയ്ക്കും, അനങ്ങും, എന്തെങ്കിലും ചോദിക്കും. പക്ഷേ ഈ വൃദ്ധൻ ഒരു പ്രതിമ പോലെ ഇരിക്കുകയാണ്. അതെനിക്ക് കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കി. ഞാൻ ധൈര്യം സംഭരിച്ച് വീണ്ടും ചോദിച്ചു, അപ്പച്ച, ഇവിടെ എവിടെയെങ്കിലുമാണോ ഇറങ്ങേണ്ടത്? അപ്പോഴും മറുപടിയില്ല. ഏകദേശം 10 മിനിറ്റ് കൂടി യാത്ര ചെയ്തപ്പോൾ ഒരു വലിയ ആൽമരമുള്ള വളവെത്തി.
ആ വളവ് കഴിഞ്ഞ ഉടനെ എൻ്റെ പുറത്തേക്ക് ആരോ വളരെ പതിയെ വിരൽ കൊണ്ട് തട്ടി. ഒരൊറ്റ തട്ട്. ഞാൻ ഉടനെ ബ്രേക്ക് പിടിച്ചു. വണ്ടി നിർത്തി. തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം പതിയെ ഇറങ്ങി. ഒന്നും മിണ്ടിയില്ല, നന്ദി പോലും പറഞ്ഞില്ല. അദ്ദേഹം നേരെ റോഡിൻ്റെ വശത്തുള്ള ഇരുണ്ട വഴിയിലേക്ക് നടന്നു. ഞാൻ നോക്കി നിന്നു. അവിടെ വീടുകളൊന്നും കാണുന്നില്ല, വെളിച്ചമില്ല, ഒരു ചെറിയ ഇടവഴി മാത്രം. അദ്ദേഹം അതിലൂടെ നടന്നു പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഇരുട്ടിൽ അലിഞ്ഞു പോയതുപോലെ തോന്നി. ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയിട്ടും ആ വൃദ്ധൻ്റെ കാര്യം മനസ്സിൽ നിന്ന് പോയില്ല. എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ മുഖം ഓർക്കാൻ ശ്രമിച്ചപ്പോൾ വ്യക്തമായി ഓർമ്മ വന്നില്ല. കണ്ണുകൾ മാത്രം, എന്തോ വല്ലാത്തൊരു ശൂന്യത നിറഞ്ഞ കണ്ണുകൾ. ആ രാത്രി കിടന്നിട്ടും ഉറക്കം വന്നില്ല. എന്തോ ശരിയല്ല എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അന്നെനിക്കറിയില്ലായിരുന്നു ആ രാത്രി ലിഫ്റ്റ് കൊടുത്തത് ഒരു സാധാരണ മനുഷ്യനല്ലെന്നും അതോടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ദിവസങ്ങൾ ആരംഭിച്ചുവെന്നും. ആ രാത്രി കഴിഞ്ഞതോടെ ആ സംഭവം ഞാൻ മറന്നു തുടങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ ഓഫീസിലേക്ക് പോയി. ജോലിയുടെ തിരക്കിൽ രാത്രിയിൽ നടന്ന കാര്യങ്ങൾ മനസ്സിൽ നിന്ന് പോയിരുന്നു. അന്ന് വൈകിട്ടും പതിവ് പോലെ ജോലി കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് നിന്ന് തിരിച്ചു. സമയം ഏകദേശം 9:30 കഴിഞ്ഞിരുന്നു. മഴയില്ല, നല്ല തെളിഞ്ഞ രാത്രിയായിരുന്നു. റോഡിൽ വാഹനങ്ങളും കുറവായിരുന്നു. ബുള്ളറ്റിൻ്റെ ശബ്ദവും കേട്ട് ഞാൻ പതിയെ ആ പരിചിതമായ വഴിയിലൂടെ വന്നു. ആ വളവിനടുത്തെത്തിയപ്പോൾ എൻ്റെ കണ്ണ് അറിയാതെ റോഡിൻ്റെ വശത്തേക്ക് പോയി. അവിടെ അതേ സ്ഥലത്ത് അതേ വൃദ്ധൻ. ഇന്നലത്തെ പോലെ തന്നെ വെളുത്ത മുണ്ട്, മങ്ങിയ ഷർട്ട്, തോളിൽ പഴയ തോർത്ത്, റോഡിൻ്റെ വക്കിൽ അനങ്ങാതെ നിൽക്കുന്നു. ഒരു നിമിഷം എൻ്റെ കൈ അറിയാതെ ബ്രേക്കിലേക്ക് പോയി. ഇന്നലെയും ഇതേ സ്ഥലത്തല്ലേ നിന്നത്, ഞാൻ മനസ്സിൽ പറഞ്ഞു. അദ്ദേഹം വീണ്ടും കൈ ഉയർത്തി. ഞാൻ വണ്ടി നിർത്തി. അപ്പച്ചാ, ഇന്നലെയും ഞാൻ കൊണ്ടുപോയതല്ലേ? മറുപടിയില്ല. അദ്ദേഹം വീണ്ടും മുന്നോട്ട് വിരൽ ചൂണ്ടി. ഞാൻ ചിരിച്ചു. ചെവി കേൾക്കില്ലായിരിക്കും. ആ ദിവസവും യാത്ര മുഴുവൻ അദ്ദേഹം ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അതേ സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ പുറത്തൊരു തട്ട്. ഞാൻ വണ്ടി നിർത്തി. അദ്ദേഹം ഇറങ്ങി. ഒന്നും മിണ്ടാതെ അതേ ഇടവഴിയിലേക്ക് നടന്നു. ഇത്തവണ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവിടെ ഒരു വീടെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ഒന്നും കാണാനില്ല. ഇരുവശവും വലിയ മരങ്ങൾ മാത്രം, വെളിച്ചമില്ല. അദ്ദേഹം ഇരുട്ടിലേക്ക് കയറിയപ്പോൾ വീണ്ടും കണ്ണിൽ നിന്ന് പറഞ്ഞു. വിചിത്രം, എന്നാലും അത്ര വലിയ കാര്യമാക്കിയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം. ഓരോ രാത്രിയും ഞാൻ ആ സ്ഥലത്തെത്തുമ്പോൾ അയാൾ അവിടെ ഉണ്ടാകും. ഒരു ദിവസം പോലും മുടങ്ങിയില്ല. മഴയായാലും കാറ്റായാലും അദ്ദേഹം അതേ സ്ഥലത്ത്, അതേപോലെ, അതേ വേഷം, അതേ ഭാവം, അതേ നിശബ്ദത. ഞാൻ ഓരോ ദിവസവും ലിഫ്റ്റ് കൊടുക്കും. അദ്ദേഹം അതേ സ്ഥലത്തിറങ്ങും. ഒന്നും സംസാരിക്കില്ല. ആദ്യം എനിക്കത് യാദൃശികമായാണ് തോന്നിയത്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മനസ്സിൽ ചെറിയൊരു സംശയം കയറി തുടങ്ങി. ഇയാൾക്ക് എല്ലാ ദിവസവും ഈ സമയത്ത് ഇതേ സ്ഥലത്ത് എന്താണ് കാര്യം? ഒരു ദിവസം ഓഫീസിൽ നിന്ന് എൻ്റെ സുഹൃത്ത് ഷാജിയും കൂടെ ഇറങ്ങി. അവൻ്റെ വീട് എൻ്റെ വഴിക്കല്ലായിരുന്നു. എങ്കിലും കുറച്ചു ദൂരം ഒരുമിച്ചായിരുന്നു യാത്ര. അവൻ തമാശ പറഞ്ഞും ചിരിച്ചും വണ്ടി ഓടിക്കുകയായിരുന്നു. ഞങ്ങൾ ആ വളവിനടുത്തെത്തിയപ്പോൾ ഞാൻ അയാളെ കണ്ടു. വീണ്ടും അതേ വൃദ്ധൻ. ഞാൻ ഷാജിയോട് പറഞ്ഞു, ഡാ, ആ അപ്പച്ചൻ എല്ലാ ദിവസവും ഈ സമയത്ത് ഇവിടെ നിൽക്കും. ഷാജി അയാളെ നോക്കി. പാവം, ആരെങ്കിലും കൊണ്ടുപോകാൻ കാത്തു നിൽക്കുകയായിരിക്കും. ഞാൻ വണ്ടി നിർത്തി. വൃദ്ധൻ കയറി. ഷാജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പച്ച, എന്തെങ്കിലും സംസാരിക്കണേ? മറുപടിയില്ല. ഷാജിക്ക് അതൊരു തമാശയായി തോന്നി. ജാക്കി, നിന്റെ ഭാഗ്യം, ഫ്രീ യാത്രക്കാരനെ കിട്ടിയല്ലോ. ഞങ്ങൾ ചിരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാജിയോട് ചിരി നിന്നു. അവൻ എൻ്റെ അടുത്ത് വന്ന് പതിയെ ചോദിച്ചു, എന്തേ? അയാളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഇല്ല. ചെവി കേൾക്കില്ലേ? അറിയില്ല. ഷാജി പിന്നിലേക്ക് നോക്കി. പിന്നെ എന്നെ നോക്കി. എന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. ഞാൻ ചിരിച്ചു. നിനക്കും തോന്നിയോ? അതെ. അത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് തമാശയില്ലായിരുന്നു. അല്പസമയം കഴിഞ്ഞ് ഷാജിയുടെ വഴിയെത്തി. അവൻ പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി പിന്നിലേക്ക് നോക്കി. പിന്നെ എന്നോട് പറഞ്ഞു, എനിക്കെന്തോ ഇഷ്ടമായില്ല. ഞാൻ ചോദിച്ചു, എന്ത്? അയാളുടെ കണ്ണ് കണ്ടു. ഞാൻ പറഞ്ഞു, ഇല്ല. ഞാൻ കണ്ടു. എന്താണ്? ഷാജി 2 സെക്കൻഡ് മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു,
അയാൾ എന്നെ നോക്കിയപ്പോൾ ജീവനുള്ള ആളിൻ്റെ കണ്ണുപോലെ തോന്നിയില്ല. ഞാൻ ചിരിച്ചു. നിനക്ക് തോന്നിയതായിരിക്കും. അവനും ചിരിച്ചു. പക്ഷേ ആ ചിരി പൂർണ്ണമായിരുന്നില്ല. ശേഷം ഷാജി അവൻ്റെ വഴിയിലേക്ക് അവൻ്റെ ബൈക്ക് തിരിച്ച് കടന്നുപോയി. അടുത്ത ദിവസം ഓഫീസിലെത്തിയപ്പോൾ ഷാജി വീണ്ടും ആ കാര്യം ചോദിച്ചു. ഇന്നലെ ആ അപ്പച്ചൻ ഇറങ്ങിയോ? അതെ. എവിടെയാണ്? ഞാൻ സ്ഥലം പറഞ്ഞു. അവനൊന്ന് ആലോചിച്ചു. അവിടെ വീടൊന്നുമില്ലല്ലോ. ഞാനും നോക്കിയിട്ടുണ്ട്. അപ്പോൾ അറിയില്ല. ഒരിക്കൽ പകൽ പോയി നോക്ക്. അവൻ്റെ ആ വാക്ക് എൻ്റെ മനസ്സിൽ കിടന്നു. അടുത്ത ഞായറാഴ്ച ഞാൻ പകൽ ആ സ്ഥലത്ത് പോയി. നല്ല വെയിൽ. റോഡിലൂടെ ആളുകൾ പോകുന്നുണ്ട്. ഞാൻ വണ്ടി നിർത്തി ചുറ്റും നോക്കി. അദ്ദേഹം പറയുന്ന ആ ചെറിയ ഇടവഴിയിലൂടെ ഞാൻ നടന്നു. 50 മീറ്റർ, 100 മീറ്റർ. കുറച്ച് കഴിഞ്ഞപ്പോൾ വഴി അവസാനിച്ചു. മുന്നിൽ റബ്ബർ തോട്ടം മാത്രം. ഒറ്റ വീടില്ല, ഒറ്റ കുടില് പോലുമില്ല. ആളുകൾ താമസിക്കുന്ന ഒരു ലക്ഷണവുമില്ല. ഞാൻ അവിടെ കുറച്ചു നേരം നിന്നു. പെട്ടെന്ന് ശരീരത്തിലൂടെ ഒരു തണുത്ത കാറ്റ് കടന്നുപോയി. അന്ന് നല്ല വെയിലായിരുന്നു. എന്നിട്ടും ആ ഒരൊറ്റ കാറ്റ് മാത്രം അസാധാരണമായി തണുത്തതായിരുന്നു. ഞാൻ തിരിഞ്ഞ് റോഡിലേക്ക് നടന്നു. അന്ന് ആദ്യമായാണ് എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം വന്നത്. ഈ മനുഷ്യൻ എല്ലാ ദിവസവും എവിടെ നിന്നാണ് വരുന്നത്? ആ ചോദ്യം എന്നെ പതിയെ അലട്ടാൻ തുടങ്ങി. എന്നാലും ഞാൻ എല്ലാ രാത്രിയും അയാൾക്ക് ലിഫ്റ്റ് കൊടുത്തുകൊണ്ടേയിരുന്നു. കാരണം പേടിയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയത് അയാളോടൊരു സഹതാപമായിരുന്നു. പക്ഷേ ആ സഹതാപം അധികനാൾ നീണ്ടില്ല. ഒരു രാത്രി എൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ച ഒരു തീരുമാനം ഞാൻ എടുത്തു. ആ ദിവസം അയാൾ കൈ കാണിച്ചിട്ടും ഞാൻ വണ്ടി നിർത്തിയില്ല. ആ ദിവസം ഇന്ന് ഞാൻ മറക്കില്ല. രാവിലെ തന്നെ മനസ്സിനൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ചില കാര്യങ്ങൾ നടന്നു. അതെന്താണെന്ന് ഇന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരാളുടെ അസുഖം, അതിനൊപ്പം ചില തർക്കങ്ങൾ, എല്ലാം കൂടി മനസ്സാകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ഓഫീസിൽ പോയിട്ടും ഒരു ജോലിയിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് മാത്രം മറുപടി പറയും. വൈകുന്നേരം ജോലി കഴിഞ്ഞപ്പോൾ തലവേദനയും അസ്വസ്ഥതയും കൂടി. ഇന്ന് വേഗം വീട്ടിലെത്തിയാൽ മതി, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. രാത്രി പതിവ് പോലെ ആ വഴിയിലെത്തി. ബുള്ളറ്റിൻ്റെ ഹെഡ്ലൈറ്റിൽ റോഡ് മാത്രം തെളിഞ്ഞു നിൽക്കുന്നു. ബാക്കിയെല്ലാം കറുത്ത ഇരുട്ട്. ആ വളവിനടുത്തെത്തിയപ്പോൾ മനസ്സിലൊരു ഭയമുണ്ടായിരുന്നെങ്കിലും ഞാൻ അറിയാതെ തന്നെ റോഡരികിലേക്ക് നോക്കി. അതെ, അയാൾ അവിടെ ഉണ്ടായിരുന്നു. ഇത്തവണ എന്തോ വ്യത്യാസം തോന്നി. സാധാരണ റോഡിൻ്റെ വക്കിലാണ് നിൽക്കാറ്. പക്ഷേ അന്ന് കുറച്ച് മുന്നിലേക്ക് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം നേരിട്ട് വീഴുന്ന സ്ഥലത്തായിരുന്നു നിൽക്കുന്നത്. അദ്ദേഹം പതിയെ കൈ ഉയർത്തി. ഞാൻ സ്പീഡ് കുറച്ചു. പിന്നെ മനസ്സ് മാറി. ഇല്ല, ഇന്ന് പറ്റില്ല. ഇന്ന് ആരെയും കയറ്റാൻ വയ്യ. ഞാൻ വണ്ടി നിർത്താതെ നേരെ മുന്നോട്ട് വിട്ടു. ബുള്ളറ്റ് അയാളെ കടന്നുപോയി. അപ്പോഴാണ് എന്തോ കാരണം കൊണ്ട് എൻ്റെ കണ്ണ് റിയർവ്യൂ മിററിലേക്ക് പോയത്. ഞാൻ വ്യക്തമായി കണ്ടു, റോഡിൻ്റെ വശത്ത് ആരുമില്ല. എന്ത്? ഞാൻ വീണ്ടും മിററിലേക്ക് നോക്കി. ഇല്ല, ഒരു മനുഷ്യനുമില്ല. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. ബുള്ളറ്റിൻ്റെ ചക്രം ഗ്രാവലിൽ ഉരഞ്ഞുകൊണ്ട് നിന്നു. ഹൃദയം ശക്തിയായി പിടിക്കാൻ തുടങ്ങി. ഹെൽമറ്റ് ഊരി പിന്നിലേക്ക് നോക്കി. റോഡ് ശൂന്യം. വെറും 10 സെക്കൻഡ് മുൻപ് അവിടെ നിന്നിരുന്ന മനുഷ്യനില്ല. റോഡിൻ്റെ ഇരുവശവും ഞാൻ നോക്കി. കയ്യിലുണ്ടായിരുന്ന ടോർച്ചെടുത്ത് റബ്ബർ തോട്ടത്തിലേക്ക് അടിച്ചു. ആരുമില്ല. ഓടിപ്പോകാൻ പോലും സമയം കിട്ടാത്തത്ര ചെറിയ ഇടവേള മാത്രമായിരുന്നു. എൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊട്ടി. ഞാൻ കണ്ടതല്ലേ, അപ്പോൾ എവിടെ പോയി? അവിടെ നിൽക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. വേഗം ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ മുന്നോട്ട് വിട്ടു. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. അയാളെ ഇറക്കി വിടുന്ന സ്ഥലത്തിനടുത്തെത്തി. അപ്പോഴാണ് എൻ്റെ ബുള്ളറ്റിൻ്റെ പിന്നിലേക്ക് എന്തോ അമർന്നത് പോലെ തോന്നിയത്. വണ്ടിയുടെ ബാലൻസ് ഒന്ന് മാറി. സാധാരണ പിന്നിലിടുന്ന അതേ ഭാരം. ഞാൻ ഞെട്ടി. കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. പിന്നിലാരോ ഇരിക്കുന്നുണ്ട്, അങ്ങനെ വ്യക്തമായി തോന്നി. പക്ഷേ തിരിഞ്ഞു നോക്കാൻ ധൈര്യമില്ല. ഇതെൻ്റെ തോന്നലാണ്, മനസ്സിൻ്റെ കളിയാണ്. ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു. എങ്കിലും ആ ഭാരം കുറഞ്ഞില്ല. അയാൾ ഇറങ്ങുന്ന സ്ഥലത്തെത്തിയ നിമിഷം ആ ഭാരം പെട്ടെന്നില്ലാതായി. വണ്ടി വീണ്ടും പഴയതുപോലെ ലളിതമായി. ഞാൻ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ വീട്ടിലേക്ക് മാറി. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തോ എൻ്റെ മുറിയിൽ തന്നെ ആരോ ഉണ്ടെന്ന് തോന്നി.
വെളിച്ചമടച്ചാൽ ആരോ കട്ടിലിൻ്റെ കാൽക്കൽ നിൽക്കുന്നത് പോലെ. വെളിച്ചമിട്ടാൽ ഒന്നുമില്ല. അന്ന് വെറും പേടിയാണെന്ന് ഞാൻ സ്വയം പറഞ്ഞു. പക്ഷേ അടുത്ത ദിവസം മുതൽ കാര്യങ്ങൾ മാറി തുടങ്ങി. ഓഫീസിലേക്ക് പോകുമ്പോൾ എല്ലാം സാധാരണ. പക്ഷേ രാത്രി ആ വഴിയിലെത്തുമ്പോൾ ആരോ എന്നെ നോക്കുന്ന പോലെ തോന്നി. പിന്നിൽ നിന്ന്, റോഡരികിൽ നിന്ന്, മരങ്ങളുടെ ഇടയിൽ നിന്ന്. പലതവണ ഞാൻ വണ്ടി നിർത്തി നോക്കി. ആരുമില്ല. അങ്ങനെ ഒരു രാത്രി ബുള്ളറ്റിൽ പോകുമ്പോൾ റിയർവ്യൂ മിററിൽ ഒരു നിഴൽ മിന്നിപ്പോയി. ഞാൻ ഉടനെ പിന്നിലേക്ക് നോക്കി. ഒന്നും തന്നെയില്ല. വീണ്ടും മിററിലേക്ക് നോക്കി. വീണ്ടും അതേ നിഴൽ. വെളുത്ത മുണ്ടിട്ടയാൾ. ഒരു നിമിഷം മാത്രം. ഞാൻ വേഗം വണ്ടി നിർത്തി. ഹൃദയം നെഞ്ചു പൊട്ടുമെന്ന പോലെ ഇടിക്കുന്നു. പിന്നിൽ പക്ഷേ ആരെയും കാണാനുമില്ല. ആ രാത്രി ഞാൻ കരഞ്ഞുകൊണ്ടാണ് വീട്ടിലെത്തിയത്. ദിവസങ്ങൾ കടന്നു പോയതോടെ അവസ്ഥ മോശമായി. അയാളെ ഇപ്പോൾ റോഡിൽ മാത്രം കാണുന്നില്ല. ഇടയ്ക്ക് റബ്ബർ മരങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് കാണും. ഞാൻ നോക്കുമ്പോൾ മായി. ചിലപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ പിന്നിൽ, ചിലപ്പോൾ പാലത്തിൻ്റെ അരികിൽ, ചിലപ്പോൾ ദൂരെ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ. എപ്പോഴും ഒരേ വേഷം, ഒരേ നിശബ്ദത, ഒരേ മുഖം. ഞാൻ അടുത്തെത്തുമ്പോൾ അയാൾ ഇരുട്ടിലേക്ക് അലിഞ്ഞു പോകും. ഒരു ദിവസം വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു, ജാക്സ, നിനക്കെത്ര പറ്റിയേ? ഒന്നുമില്ല, മുഖം കണ്ടാൽ അറിയാം. ഞാൻ ഒന്നും മിണ്ടിയില്ല. കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഞാനും ഞെട്ടി. 2 ആഴ്ച കൊണ്ട് ഞാനാകെ ക്ഷീണിച്ചിരുന്നു. കണ്ണുകൾ കുഴിഞ്ഞു. ഉറക്കമില്ല എന്നത് തന്നെ കാരണം. പിന്നെ ഭക്ഷണം തീരെ കഴിക്കാനും പറ്റുന്നില്ല. അതിനുശേഷം വീട്ടിൽ വിചിത്ര സംഭവങ്ങൾ തുടങ്ങി. രാത്രിയിൽ മുറിയുടെ വാതിൽ പതിയെ തട്ടുന്ന ശബ്ദം. തുറന്നാൽ ആരെയും കാണില്ല. പുറത്ത് നായ്ക്കൾ ഒരേ ദിശയിലേക്ക് നോക്കി കുരയ്ക്കും. വീട്ടിലെ കോഴികൾ അർദ്ധരാത്രിയിൽ ചിറകടിക്കും. എൻ്റെ മുറിയിലെ ജനൽ ആരോ പുറത്തുനിന്ന് ഉരസുന്നത് പോലെ ശബ്ദം കേൾക്കും. അച്ഛനും അമ്മയും ഒന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നത് എനിക്ക് മാത്രം. ഞാൻ പറയുമ്പോൾ നിനക്ക് ഉറക്കക്കുറവാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് എല്ലാവരും ആശ്വസിപ്പിക്കും. പക്ഷേ എനിക്കറിയാമായിരുന്നു ഇത് ഉറക്കക്കുറവല്ല, ആരോ എന്നോടൊപ്പം വന്നിരിക്കുന്നു. ആ ദിവസം ഞാൻ ലിഫ്റ്റ് കൊടുക്കാതെ പോയ നിമിഷം മുതൽ അതെന്നെ വിട്ടിട്ടില്ല. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അതിനുശേഷമാണ് സംഭവിച്ചത്. ഒരു രാത്രി ഞാൻ ആ വൃദ്ധനെ എൻ്റെ വീടിന് മുറ്റത്ത് കണ്ടു. ആ രാത്രിക്ക് ശേഷം എൻ്റെ ജീവിതം സാധാരണ പോലെ ആയിരുന്നില്ല. ഓരോ ദിവസവും ഞാൻ കൂടുതൽ ക്ഷീണിച്ചുകൊണ്ടിരുന്നു. രാത്രി ഉറക്കമില്ല. കണ്ണടച്ചാൽ ആ വൃദ്ധൻ്റെ മുഖം. കണ്ണു തുറന്നാലും എവിടെ നിന്ന് ആരോ എന്നെ നോക്കുന്നത് പോലെ ഒരു തോന്നൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആ ബുള്ളറ്റിൽ പോലും കയറാനിപ്പോൾ പേടിയായി. പക്ഷേ ജോലി ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ വീട്ടിൽ ആരോടും ഒന്നും തുറന്നു പറയാനും കഴിഞ്ഞില്ല. പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒരു ദിവസം രാത്രി വീട്ടിലെത്തി കുളിച്ച് ഭക്ഷണം കഴിച്ചു. അച്ഛനും അമ്മയും നേരത്തെ ഉറങ്ങാൻ പോയി. എനിക്ക് ഉറക്കം വരുന്നില്ല. വീടിൻ്റെ മുൻവശത്ത് ഒരു ചെറിയ വരാന്തയുണ്ട്. അവിടെ ഒരു കസാരയിട്ട് കുറച്ചു നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. രാത്രി ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ടാകും. ചുറ്റും നല്ല നിശബ്ദത. ദൂരെയൊക്കെ നായ്ക്കൾ കുരയ്ക്കുന്ന ശബ്ദം മാത്രം. ഞാൻ വരാന്തയിലിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. ആരോ എന്നെ നോക്കുന്നത് പോലെ. ഞാൻ പതിയെ തലയുയർത്തി മുറ്റത്തേക്ക് നോക്കി. ആദ്യമൊന്നും കണ്ടില്ല. പക്ഷേ കണ്ണ് ഗേറ്റിനടുത്തെത്തിയപ്പോൾ എൻ്റെ ശ്വാസം നിലച്ചു. ഗേറ്റിന് പുറത്തായി റോഡിൻ്റെ അരികിൽ ആ വൃദ്ധൻ. അതേ വേഷം, അതേ നിൽപ്പ്. അനങ്ങാതെ എന്നെ നോക്കി നിൽക്കുകയാണ്. എൻ്റെ ശരീരം മുഴുവൻ മരവിച്ചതുപോലെ തോന്നി. ഞാൻ കണ്ണു തിരുമ്പി വീണ്ടും നോക്കി. അപ്പോഴും അയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. മുഖം വ്യക്തമായി കാണുന്നില്ല. പക്ഷേ കണ്ണുകൾ അത് നേരെ എന്നെ നോക്കുകയായിരുന്നു. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ കാലുകൾ അനങ്ങുന്നില്ല. നിലവിളിക്കണമെന്ന് തോന്നി. പക്ഷേ തൊണ്ട വരണ്ട് പോയി. ശബ്ദം പുറത്തു വന്നില്ല. ഏകദേശം 1 മിനിറ്റോളം ഞാൻ അയാളെ തന്നെ നോക്കി നിന്നു. പിന്നെ അയാൾ പതിയെ തിരിഞ്ഞു. റോഡിൻ്റെ ഇരുട്ടിലേക്ക് നടന്നു. ഞാൻ ഓടി ഗേറ്റ് തുറന്ന് പുറത്തേക്കിറങ്ങി. പക്ഷേ റോഡിൽ ആരുമില്ല. ഒരു മനുഷ്യൻ നടന്നു പോയതിൻ്റെ ശബ്ദം പോലുമില്ല. അന്ന് രാത്രി ഞാൻ അകത്ത് കയറി വാതിൽ പൂട്ടിയ ശേഷമാണ് ശ്വാസം നേരെ വീണത്. അടുത്ത ദിവസം മുതൽ ഞാൻ ആ വഴിയിലൂടെ പോകാതിരിക്കാൻ തീരുമാനിച്ചു. ഓഫീസിൽ പോകാൻ മറ്റൊരു വഴി ഉണ്ടായിരുന്നു. കുറച്ച് ദൂരം കൂടുതലാണ്. എങ്കിലും അതുവഴി പോകാൻ തുടങ്ങി. ആദ്യത്തെ 2 ദിവസമൊന്നും ഉണ്ടായില്ല. എല്ലാം കഴിഞ്ഞുവെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ 3-ാം ദിവസം ഓഫീസിൽ നിന്നിറങ്ങി പുതിയ വഴിയിലൂടെ വരികയായിരുന്നു. ഒരു ചെറിയ പാലം കടക്കുമ്പോൾ
പാലത്തിൻ്റെ കൈവരിയിൽ ഒരാൾ ഇരിക്കുന്നതായി കണ്ടു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം വീണപ്പോൾ വീണ്ടും അതേ വൃദ്ധൻ. ഈ വഴിയിലും അയാൾ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഏതു വഴി പോയാലും അയാൾ എന്നെ കണ്ടെത്തും. എൻ്റെ മാറ്റങ്ങൾ വീട്ടുകാരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അമ്മ പലവട്ടം ചോദിച്ചു, നീ എന്തോ വിളിക്കുന്നുണ്ട്? ഞാനൊന്നും പറഞ്ഞില്ല. ഒരു ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛൻ ചോദിച്ചു, നിനക്ക് ഈ ജോലി നിർത്തിയാൽ പോരെ? എന്താ അച്ഛാ? നീ പഴയ ജാക്സൺ അല്ല, ആകെ മാറിപ്പോയി. അന്നെനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എല്ലാം പറയാൻ തുടങ്ങി. ആദ്യ ദിവസം ലിഫ്റ്റ് കൊടുത്തത് മുതൽ അവസാനം വീടിൻ്റെ മുറ്റത്ത് കണ്ടതുവരെ എല്ലാം. അമ്മ കേട്ടുകൊണ്ടിരിക്കെ കരയാൻ തുടങ്ങി. അച്ഛനൊന്നും പറഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞ് അദ്ദേഹം ഒരു കാര്യം മാത്രം പറഞ്ഞു, നാളെ നമ്മൾ പള്ളിയിലെ വികാരിയച്ഛനെ കാണുന്നു. പിറ്റേന്ന് വൈകുന്നേരം ഞങ്ങൾ പള്ളിയിലെ വികാരിയച്ഛനെ കണ്ടു. അച്ഛൻ ആദ്യം കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ഞാൻ മുഴുവൻ സംഭവം വിശദമായി പറഞ്ഞു. അച്ഛൻ ഒരു വാക്ക് പോലും ഇടയിൽ ചോദിച്ചില്ല. എല്ലാം കേട്ട ശേഷം കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ വളരെ ശാന്തമായി ചോദിച്ചു, നീ പറയുന്ന ഓരോ കാര്യവും സത്യമാണ്? അതെ അച്ഛോ. ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ലല്ലോ? ഇല്ല. അച്ഛൻ വീണ്ടും മിണ്ടാതിരുന്നു. ശേഷം എന്നെ നോക്കി പറഞ്ഞു, നാളെ രാത്രി വീണ്ടും ആ വഴിയിലൂടെ പോകണം. അത് കേട്ടതും എൻ്റെ ശരീരം നിറച്ചു. അച്ഛാ, എനിക്ക് പറ്റില്ല. പറ്റണം. എനിക്ക് പേടിയാണ്. അച്ഛൻ എൻ്റെ തോളിൽ കൈവച്ചു. പേടിക്കണ്ട. ഇപ്രാവശ്യം അയാൾ കൈ കാണിച്ചാൽ വീണ്ടും ലിഫ്റ്റ് കൊടുക്കണം. ഞാൻ ഞെട്ടി. നീ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്. അയാൾ നിന്നെ ഉപദ്രവിച്ചത് എപ്പോഴാണ്? ഞാൻ ആലോചിച്ചു. പിന്നെ മനസ്സിലായി, ഞാൻ ലിഫ്റ്റ് കൊടുക്കാതിരുന്ന ദിവസം മുതൽ. അച്ഛൻ തുടർന്നു, ഒരുപക്ഷെ അയാൾക്ക് നിന്നോട് ദേഷ്യമല്ല. അയാൾക്ക് പൂർത്തിയാക്കാനുള്ളത് ഒരു യാത്ര മാത്രമായിരിക്കാം. അത് പാതുവഴിയിൽ മുറിഞ്ഞു. അതുകൊണ്ടായിരിക്കാം നിന്നെ വിട്ടു പോകാത്തത്. അച്ഛൻ്റെ ആ വാക്കുകൾ കേട്ട് എനിക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു, നാളെ രാത്രി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീ ധൈര്യമായി പോകും. ബാക്കി ദൈവം നോക്കും. അന്ന് രാത്രി എനിക്കൊട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഘടികാരത്തിൻ്റെ ഓരോ ടിക്കും കേട്ടു. നാളെ രാത്രി വീണ്ടും ആ വൃദ്ധൻ്റെ മുന്നിലേക്ക് പോകണം. അയാളെ വീണ്ടും എൻ്റെ ബുള്ളറ്റിൽ കയറ്റണം. അത് ചിന്തിക്കുമ്പോൾ തന്നെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. എന്നാൽ പിറ്റേന്ന് രാത്രി നടന്നത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ആ ദിവസം മുഴുവൻ ഓഫീസിലിരുന്നിട്ടും എൻ്റെ മനസ്സ് അവിടെയായിരുന്നില്ല. ഫയലുകളുടെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ ജോലിയൊന്നും നടന്നില്ല. ഇടയ്ക്കിടെ ക്ലോക്കിലേക്ക് നോക്കും. വൈകുന്നേരമാകും തോറും നെഞ്ചെടുപ്പ് കൂടിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രി എല്ലാത്തിനും ഒരു അവസാനമുണ്ടാകുമോ? അതോ ഇതിലും വലിയ എന്തെങ്കിലും സംഭവിക്കുമോ? അതാണ് മനസ്സിൽ. ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് വികാരിയച്ഛൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തു. പേടിക്കരുത്. എന്ത് കണ്ടാലും വണ്ടി നിർത്തണം. അയാൾ കയറട്ടെ. അയാൾ ഇറങ്ങുന്ന സ്ഥലത്ത് എത്തുന്നതുവരെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയപ്പെടുന്ന യാത്ര അങ്ങനെ തുടങ്ങുകയാണ്. രാത്രി പതിവിലും കൂടുതൽ ഇരുണ്ടതായി തോന്നി. ആകാശത്ത് ചന്ദ്രൻ പോലുമില്ല. റോഡിലെ ലൈറ്റുകൾ പലതും കത്തുന്നില്ല. ബുള്ളറ്റിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമാണ് മുന്നിലുള്ള വഴി കാണിക്കുന്നത്. ഓരോ വളവും പിന്നിടുമ്പോൾ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആ സ്ഥലമെത്തി. ഞാനറിയാതെ ബ്രേക്ക് പതിയെ അമർത്തി. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം റോഡിൻ്റെ വശത്തേക്ക് വീണു. അവിടെ അയാളുണ്ടായിരുന്നു, അതേ വൃദ്ധൻ. ഇത്തവണ അദ്ദേഹം കൈ കാണിച്ചില്ല. എന്നെ തന്നെ കാത്തു നിൽക്കുന്നത് പോലെ അനങ്ങാതെ നിൽക്കുകയാണ്. എൻ്റെ തൊണ്ട വരണ്ടു പോയി. ഞാൻ ബുള്ളറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിർത്തി. കയറിക്കോളൂ. എൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പതിയെ ബുള്ളറ്റിൻ്റെ പിന്നിൽ കയറി. ആ നിമിഷം ബുള്ളറ്റിൻ്റെ പിന്നിലേക്ക് നല്ലൊരു ഭാരം വന്നതായി എനിക്ക് വ്യക്തമായി തോന്നി. ഇത്തവണ അത് തോന്നൽ മാത്രമായിരുന്നില്ല. വണ്ടി ശരിക്കും താഴ്ന്നു. ഞാൻ കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. പിന്നെ പതിയെ യാത്ര തുടങ്ങി. ആ രാത്രി ആ റോഡിൽ ഒരു വാഹനവും കണ്ടില്ല, ഒരു മനുഷ്യനെയും കണ്ടില്ല. ബുള്ളറ്റിൻ്റെ എൻജിൻ ശബ്ദം മാത്രം. കുറച്ചു ദൂരം പോയപ്പോൾ എൻ്റെ ചെവിക്ക് പിന്നിൽ ആരോ ശ്വാസം വിടുന്നത് പോലെ തോന്നി. ഇത്രയും ദിവസം ഞാൻ കേൾക്കാത്ത ശബ്ദം. തണുത്ത ശ്വാസം. ഞാൻ വിറച്ചു. എങ്കിലും വികാരിയച്ഛൻ്റെ വാക്കുകളോർത്ത് പിന്നിലേക്ക് നോക്കിയില്ല. മനസ്സിൽ പ്രാർത്ഥന മാത്രം. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ റോഡരികിലെ മരങ്ങളിൽ നിന്ന് ഒരുപാട് കാക്കകൾ ഒരുമിച്ച് പറന്നുയർന്നു. രാത്രിയിൽ കാക്കകൾ പറക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവയുടെ ശബ്ദം ആ ഇരുട്ടിൽ ഭയപ്പെടുത്തുന്നതായിരുന്നു. പക്ഷേ ഞാൻ വണ്ടി നിർത്തിയില്ല.
ഒടുവിൽ ആ വലിയ ആൽമരമുള്ള വളവെത്തി. അത് കഴിഞ്ഞാൽ അദ്ദേഹം ഇറങ്ങുന്ന സ്ഥലം. എൻ്റെ ഹൃദയം നെഞ്ചു പൊട്ടുന്നത് പോലെ മിടിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ പുറത്തേക്ക് പഴയതുപോലെ ആ ഒരു തട്ട് വീണു, ഒരൊറ്റ തട്ട്. ഞാൻ പതിയെ ബ്രേക്ക് പിടിച്ചു, ബുള്ളറ്റ് നിർത്തി. വികാരിയച്ഛൻ പറഞ്ഞതോർത്ത് ഞാൻ ഉടനെ തിരികെ നോക്കിയില്ല. 2-3 സെക്കൻഡ് അങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ ധൈര്യം സംഭരിച്ച് പതിയെ പിന്നിലേക്ക് തിരിഞ്ഞു. പിന്നിലെ സീറ്റ് ശൂന്യം, അദ്ദേഹമില്ല. ഞാൻ ഉടനെ ഇറങ്ങി ചുറ്റും നോക്കി. അപ്പോൾ റോഡിൻ്റെ വശത്ത് ആ വൃദ്ധൻ നിൽക്കുന്നത് കണ്ടു. ആദ്യമായി അദ്ദേഹം എന്നെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. അതൊരു ഭയപ്പെടുത്തുന്ന ചിരിയായിരുന്നില്ല, വളരെ ശാന്തമായ ഒരു ചിരി, നന്ദി പറയുന്നത് പോലെ. അദ്ദേഹം വലതു കൈ പതിയെ ഉയർത്തി, അനുഗ്രഹിക്കുന്നത് പോലെയോ യാത്ര പറയുന്നത് പോലെയോ എന്തോ ഒന്ന് കാണിച്ചു. അടുത്ത നിമിഷം അദ്ദേഹം തിരിഞ്ഞ് ആ ചെറിയ ഇടവഴിയിലൂടെ നടന്നു. ഞാൻ ഇത്തവണ അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു. അദ്ദേഹം ഇരുട്ടിലേക്ക് നടന്നു കയറി. കുറച്ചു ദൂരം പോയപ്പോൾ മൂടൽ മഞ്ഞിൽ അലിഞ്ഞു പോകുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ രൂപം പതിയെ മങ്ങിത്തുടങ്ങി. പിന്നെ ശൂന്യത, വെറും ഇരുട്ട് മാത്രം. ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു. അപ്പോഴാണ് ആദ്യമായി നാളുകൾക്ക് ശേഷം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഭാരമില്ലാതായത്. ആരോ എൻ്റെ തോളിൽ നിന്ന് ഒരു വലിയ കല്ലെടുത്ത് മാറ്റിയതുപോലെ. ശരീരം മുഴുവൻ ഒരു ആശ്വാസം. എനിക്ക് അറിയാതെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു. ഞാൻ ബുള്ളറ്റിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. ആ രാത്രി നാളുകൾക്ക് ശേഷം ഞാൻ സമാധാനമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് മനസ്സ് ശാന്തമായിരുന്നത്. വീട്ടുകാർക്കും അത് മനസ്സിലായി. അമ്മ പറഞ്ഞു, ഇന്ന് പഴയ ജാക്സനെ പോലെ കാണുന്നുണ്ട്. ഞാൻ ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല. അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്നും മടങ്ങുമ്പോൾ വീണ്ടും ആ സ്ഥലത്ത് ഞാനൊന്ന് നോക്കി. ആരുമില്ല. അടുത്ത ദിവസവും നോക്കി, ഇല്ല. ഒരാഴ്ച, ഒരു മാസം. പിന്നീട് ഒരിക്കലും ആ വൃദ്ധനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് ആ പ്രദേശത്തുള്ള ചില പ്രായമായ ആളുകളോട് ഞാൻ ആ സ്ഥലത്തെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് ആ പഴയ കാര്യം അറിയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ആ റോഡിലൊരു വൃദ്ധൻ വാഹനത്തിന് കൈ കാണിച്ചിട്ടും ആരും നിർത്തിയില്ലെന്നും മഴയത്ത് നടന്നു പോകുന്നതിനിടെ ഹൃദയാഘാതം വന്ന് അദ്ദേഹം മരിച്ചെന്നും ചിലർ പറഞ്ഞിരുന്നു. അതെത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. ആ കഥ ഞാൻ കേട്ടപ്പോൾ മാത്രം എൻ്റെ മനസ്സിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ഞാൻ ലിഫ്റ്റ് കൊടുത്ത ആ മനുഷ്യൻ അതേ ആളായിരുന്നു. ഇന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അന്ന് ഞാൻ വികാരിയച്ഛൻ്റെ വാക്ക് കേട്ടില്ലായിരുന്നെങ്കിൽ, വീണ്ടും ആ യാത്ര പൂർത്തിയാക്കാനായിരുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ ഇന്നും ആ വൃദ്ധൻ എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. എനിക്കിപ്പോൾ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. ജീവിതം സാധാരണ പോലെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇന്നും രാത്രി വൈകി ഒറ്റയ്ക്ക് ബുള്ളറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും റോഡരികിൽ നിന്ന് കൈ കാണിച്ചാൽ ഞാൻ വണ്ടി നിർത്തും. കാരണം അയാളൊരു സാധാരണ മനുഷ്യനാണോ, അതോ ഒരു അപൂർണ യാത്ര പൂർത്തിയാക്കാൻ കാത്തിരിക്കുന്ന മറ്റൊരാത്മാവാണോ, അത് നമുക്കൊരിക്കലും മുൻകൂട്ടി അറിയാൻ കഴിയില്ലല്ലോ. 2009 ഈ സംഭവം നടക്കുന്നത്. ഇന്നും ആ ദിവസങ്ങൾ ഓർക്കുമ്പോൾ ശരീരമൊക്കെ കോരിത്തിരിക്കും. ഇതൊന്നും ആരെങ്കിലും പേടിപ്പിക്കാനുണ്ടാക്കുന്ന കഥയല്ല, എനിക്ക് നേരിട്ടുണ്ടായ അനുഭവമാണ്. വിശ്വസിക്കണോ വേണ്ടയോ എന്നത് കേൾക്കുന്നവരുടെ ഇഷ്ടം. അന്ന് ഞാനൊരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് പോവുകയായിരുന്നു. രാവിലെ പോയാൽ രാത്രി 8 മണിയോടെയാണ് തിരിച്ചെത്താറ്. ജോലിസ്ഥലം വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയായിരുന്നു. ബസ്സിൽ കുറച്ചു നേരം വന്നിട്ട് പിന്നെ ഒരു ഒറ്റപ്പെട്ട റോഡിലൂടെ നടന്നു വേണം ഞാൻ താമസിച്ചിരുന്ന വാടക വീട്ടിലെത്താൻ. ഞങ്ങൾ 6 പേരായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. 3 മുറിയുള്ള പഴയൊരു വീട്. ഓരോ മുറിയിലും 2 പേർ വീതം. പകൽ സമയത്ത് കുഴപ്പമൊന്നും തോന്നാത്ത വീടായിരുന്നു. പക്ഷേ രാത്രിയായാൽ വീടിന് ചുറ്റും വലിയ മരങ്ങളും ഇരുട്ടും മാത്രം. അയൽപ്പക്കം പോലും കുറച്ച് അകലെയായിരുന്നു. കാറ്റടിക്കുമ്പോൾ മരക്കൊമ്പുകൾ തമ്മിലുരസുന്ന ശബ്ദം കേട്ടാൽ തന്നെ ഒന്ന് പേടിക്കും. ആ ദിവസം പതിവ് പോലെ രാത്രി 8 മണിക്ക് ജോലി കഴിഞ്ഞിറങ്ങി ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു. റോഡിൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഓരോ വാഹനങ്ങൾ മാത്രം കടന്നു പോകും. അപ്പോഴാണ് റോഡിൻ്റെ വക്കിലെന്തോ കിടക്കുന്നത് കണ്ടത്. അടുത്ത് ചെന്നപ്പോൾ ഒരു ഹെൽമറ്റായിരുന്നു. കണ്ടപ്പോൾ തന്നെ നല്ല വിലയുള്ള ഹെൽമറ്റാണെന്ന് മനസ്സിലായി. പൊട്ടിയതോ ചീർന്നതോ ഒന്നുമല്ല, ഒട്ടും കേടുപാടില്ലാതെ കിടക്കുകയാണ്. ആരെങ്കിലും മറന്നിട്ട് പോയതായിരിക്കുമെന്ന് ആദ്യം വിചാരിച്ചു. കുറച്ച് സമയം അവിടെ നിന്നു. ആരെങ്കിലും തിരിച്ചു വരുമോ എന്ന് നോക്കി. പക്ഷേ ആരും വന്നില്ല. അങ്ങനെ കുറച്ചു നേരം നിന്നിട്ട് ഞാൻ അതെടുത്ത് മനസ്സിലൊരു ചെറിയ സന്തോഷം പോലെ തോന്നി.
നല്ല ഹെൽമെറ്റാണ്, എനിക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹെൽമെറ്റ് കയ്യിൽ പിടിച്ച് വീട്ടിലെത്തി. വീട്ടിലെ കൂട്ടുകാർ ചോദിച്ചു, ഇതെവിടുന്നാണ് കിട്ടിയത്? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, റോഡിൽ കിടക്കുകയായിരുന്നു, ആരുമില്ലാത്തത് കൊണ്ട് എടുത്തുകൊണ്ട് വന്നു. ഒരുതൻ തമാശയ്ക്ക് ചോദിച്ചു, നാളെ ഇതിൻ്റെ ഉടമ എന്ന് ചോദിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? എല്ലാവരും അത് കേട്ട് ചിരിച്ചു. രാത്രി ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം എല്ലാവരും സംസാരിച്ചിരുന്നിട്ട് ഓരോരുത്തരും സ്വന്തം മുറിയിലേക്ക് പോയി. എൻ്റെ റൂംമേറ്റ് അപ്പോഴേക്കും ഉറങ്ങാൻ കിടന്നിരുന്നു. ഞാൻ ഹെൽമെറ്റ് മുറിയുടെ ഒരു മൂലയിലേക്ക് വെച്ചു. അത് ഒന്നുകൂടി നോക്കിയപ്പോൾ എന്തോ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അത് പുതിയ ഹെൽമെറ്റ് പോലെയായിരുന്നു, പക്ഷേ പുറത്ത് കുറച്ച് പൊടി പിടിച്ചിരിക്കുന്നു. കൈകൊണ്ട് തുടച്ചപ്പോൾ പൊടിയോടൊപ്പം ചെറുതായി ചുവപ്പ് നിറമുള്ള ഒരു പാട് പോലെ കണ്ടു. മണ്ണായിരിക്കുമെന്ന് കരുതി ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ലൈറ്റ് ഓഫ് ചെയ്ത് ഞാനും കിടന്നു. എപ്പോൾ ഉറങ്ങിയെന്നറിയില്ല, പക്ഷേ അന്ന് രാത്രി കണ്ട സ്വപ്നം ഇന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ അതേ റോഡിലൂടെ നടക്കുകയാണ്. ചുറ്റും ആരുമില്ല, മുഴുവൻ ഇരുട്ട്. ദൂരെ ഒരു ബൈക്കിൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്നു. ശബ്ദം അടുത്തടുത്ത് വരുന്നു. പെട്ടെന്ന് വലിയൊരു ബ്രേക്കിൻ്റെ ശബ്ദം, അതിന് പിന്നാലെ ഒരു വലിയ ഇടിയുടെ ശബ്ദം. ഞാൻ പേടിച്ച് തിരികെ നോക്കി, പക്ഷേ ഒന്നും കാണുന്നില്ല. വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ റോഡിൻ്റെ നടുവിലൊരു ഹെൽമെറ്റ് കിടക്കുന്നത് കണ്ടു. ഞാനിതിൻ്റെ അടുത്തേക്ക് നടന്നു. അടുത്തെത്തിയപ്പോൾ ആരോ എൻ്റെ പുറകിൽ നിൽക്കുന്നത് പോലെ തോന്നി. തിരികെ നോക്കണമെന്ന് മനസ്സ് പറയുന്നുണ്ട്, പക്ഷേ കഴുത്തനങ്ങുന്നില്ല. ശരീരം മുഴുവൻ തണുത്തു പോയതുപോലെ. അപ്പോഴാണ് എൻ്റെ ചെവിയുടെ അടുത്ത് ആരോ വളരെ പതുക്കെ പറഞ്ഞതുപോലെ കേട്ടത്, അതെൻ്റേതാണ്. ആ ശബ്ദം കേട്ട നിമിഷം എൻ്റെ ശരീരം മുഴുവൻ വിറച്ചു. തിരികെ നോക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷേ കഴിയുന്നില്ല. അപ്പോൾ ആ ഹെൽമെറ്റ് പതിയെ സ്വയം ഉരുണ്ടുകൊണ്ട് എൻ്റെ കാലിൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പിന്നോട്ട് മാറാൻ നോക്കിയെങ്കിലും കാലുകൾ നിലത്ത് ഒട്ടിപ്പോയതുപോലെ അനങ്ങുന്നില്ല. അതിനുശേഷം ദൂരെയുള്ള ഇരുട്ടിൽ നിന്ന് ഒരാൾ പതിയെ നടക്കുന്നത് കണ്ടു. അയാളുടെ മുഖം കാണാൻ പറ്റുന്നില്ല, പക്ഷേ നടക്കുന്നത് നേരെ എൻ്റെ അടുത്തേക്കാണ്. ഓരോ അടിയും അടുത്ത് വരുന്തോറും എൻ്റെ നെഞ്ചെടുപ്പ് കൂടിക്കൊണ്ടിരുന്നു. അയാൾ അടുത്തെത്തിയപ്പോൾ തലയിലൊന്നുമില്ല, പക്ഷേ കയ്യിലെന്തോ പിടിച്ചിരിക്കുന്നു. അത് ഞാൻ എടുത്ത അതേ ഹെൽമറ്റായിരുന്നു. അയാൾ അത് പതിയെ എൻ്റെ നേരെ നീട്ടിയതും ഞാൻ ഞെട്ടി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. ഞെട്ടി കണ്ണു തുറന്നപ്പോൾ സമയം രാത്രി 2:30 കഴിഞ്ഞിരുന്നു. നെഞ്ചു വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു. ശരീരം മുഴുവൻ വിയർപ്പിൽ കുതിർന്നിരുന്നു. കുറച്ചു നേരം എവിടെയാണെന്ന് പോലും മനസ്സിലായില്ല. പതിയെ റൂമിലേക്ക് നോക്കി. എൻ്റെ റൂംമേറ്റ് നല്ല ഉറക്കത്തിലാണ്. ഫാൻ കറങ്ങുന്ന ശബ്ദം മാത്രം. ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വെള്ളം കുടിച്ചു. വല്ലാത്തൊരു സ്വപ്നമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും കിടക്കാൻ നോക്കി. അപ്പോഴാണ് എൻ്റെ കണ്ണ് റൂമിൻ്റെ മൂലയിലേക്ക് പോയത്. ഞാൻ വൈകുന്നേരം വെച്ച് ഹെൽമെറ്റ് അവർ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് അതിലേക്ക് നോക്കാൻ പോലും എനിക്ക് പേടിയായി. കുറച്ചു നേരം അതിലേക്ക് നോക്കിയിരുന്ന ശേഷം ഞാൻ പുതപ്പ് തലവഴി മൂടിക്കിടന്നു. അന്നത്തെ രാത്രി പിന്നെ ഉറക്കം ശരിക്കും വന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ സ്വപ്നം ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ ആരോടും പറഞ്ഞില്ല. പറഞ്ഞാൽ കളിയാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ജോലിക്ക് പോകാൻ തയ്യാറാകുമ്പോൾ ഹെൽമെറ്റ് എടുത്തുനിന്ന് നോക്കി. ഇന്നലെ കണ്ട ആ ചുവന്ന പാട് കാണുന്നില്ല. ഞാൻ തന്നെ തെറ്റായി കണ്ടതായിരിക്കുമെന്ന് കരുതി. അന്ന് മുഴുവൻ ജോലിക്കടയിലും ആ സ്വപ്നം മനസ്സിൽ നിന്ന് പോയില്ല. വൈകിട്ട് വീണ്ടും വീട്ടിലെത്തി. എല്ലാവരും പതിവ് പോലെ സംസാരിച്ചും ചിരിച്ചുമിരിക്കുകയാണ്. ഞാനും ഒന്നും സംഭവിക്കാത്തതുപോലെ അവരോടൊപ്പം ഇരുന്നു. പക്ഷേ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ച ശേഷം എല്ലാവരും പുറത്തിരുന്ന് കുറച്ചു നേരം സംസാരിച്ചു. അപ്പോഴാണ് വീടിൻ്റെ പുറകുവശത്ത് നിന്ന് എന്തോ വീണ ശബ്ദം കേട്ടത്. ഒരുത്തൻ പറഞ്ഞു, പൂച്ചയായിരിക്കും. ആരും അതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ല. പക്ഷേ എനിക്കെന്തോ ആ ശബ്ദം കേട്ടപ്പോൾ ഉള്ളിലൊരു പേടി തോന്നി. കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും മുറികളിലേക്ക് പോയി. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടച്ചാൽ ഇന്നലത്തെ സ്വപ്നം ഓർമ്മ വരും. കുറച്ചു കഴിഞ്ഞപ്പോൾ ജനലിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു അനക്കം കേട്ടു. ആരോ ജനലിൽ വിരൽ കൊണ്ട് മുട്ടുന്നത് പോലെ. ഞാൻ എഴുന്നേറ്റ് നോക്കി. പുറത്താരുമില്ല, കാറ്റ് പോലുമില്ലായിരുന്നു. വീണ്ടും കിടന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ശബ്ദം. ഇപ്രാവശ്യം കുറച്ച് ശക്തിയായി. എൻ്റെ റൂംമേറ്റ് ഉറങ്ങുകയാണ്. ഞാൻ അവനെ വിളിക്കണോ എന്ന് ആലോചിച്ചു. പക്ഷേ വെറുതെ അവനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി. 5 മിനിറ്റോളം ഒന്നും കേട്ടില്ല. അപ്പോഴാണ് റൂമിന് പുറത്തുള്ള വരാന്തയിൽ ആരോ പതിയെ നടക്കുന്നത് പോലുള്ള ശബ്ദം കേട്ടത്. ചെരുപ്പില്ലാതെ നടക്കുന്നത് പോലെ. ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ. വീണ്ടും തിരിച്ചു.
വീണ്ടും ആ ശബ്ദം കേട്ടപ്പോൾ ശരീരം മുഴുവൻ തണുത്തുപോയി. ഞാൻ പതുക്കെ വാതിലിൻ്റെ അടുത്ത് ചെന്നു. ധൈര്യം കൂട്ടി വാതിൽ തുറന്നു. പുറത്താരുമില്ല. വരാന്തയിൽ ഒരു ലൈറ്റ് മാത്രം കത്തുന്നുണ്ട്. ഞാൻ പുറത്തേക്കിറങ്ങി ചുറ്റും നോക്കി. ആരുമില്ല. തിരിച്ച് റൂമിലേക്ക് കയറാൻ പോകുമ്പോഴാണ് എതിർവശത്തെ മതിലിൽ ഒരു നിഴൽ കണ്ടത്. ആദ്യം എൻ്റെ നിഴലാണെന്ന് കരുതി. പക്ഷേ ഞാൻ അനങ്ങാതെ നിന്നിട്ടും ആ നിഴൽ പതിയെ നീങ്ങി. ഒരാൾ നടക്കുന്നത് പോലെ. ഒരു നിമിഷം മാത്രം. പിന്നെ അതില്ലാതെയായി. ഞാൻ പേടിച്ച് ഉടനെ റൂമിലേക്ക് കയറി വാതിലടച്ചു. അന്നത്തെ രാത്രി പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോലും ധൈര്യം വന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ മുഖം കണ്ടിട്ട് തന്നെ കൂട്ടുകാർ ചോദിച്ചു, എന്താണോ രാത്രി ഉറങ്ങിയില്ലേ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉറക്കം ശരിയായില്ല. സ്വപ്നത്തെക്കുറിച്ചോ രാത്രിയിൽ കണ്ട നിഴലിനെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അന്ന് വൈകിട്ട് ജോലിയിൽ നിന്ന് വന്നപ്പോൾ വീട്ടിൽ കയറുന്നതിന് മുൻപ് തന്നെ എന്തോ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഞാൻ വീട്ടിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ ആരോ നടക്കുന്നത് പോലെ തോന്നി. ഞാൻ നിന്നു. പിന്നിലെ ശബ്ദവും നിന്നു. ഞാൻ വീണ്ടും നടന്നു. വീണ്ടും ആ ശബ്ദം തുടർന്നു. ധൈര്യം സംഭരിച്ച് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു. പക്ഷേ പിന്നിലാരുമില്ല. ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിലൊരു സംശയം ഉറച്ചു. എന്തോ ഒന്ന് എൻ്റെ പിന്നാലെയുണ്ട്. അത് വെറും തോന്നലാണോ, അല്ലെങ്കിൽ ശരിക്കും ആരെങ്കിലും എന്നെ പിന്തുടരുകയാണ്? ആ രാത്രി അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടാൻ പോവുകയായിരുന്നു. ആ രാത്രി എനിക്ക് മുറിയിൽ കയറാൻ പോലും മനസ്സ് വന്നില്ല. വെറുതെ പുറത്തിരുന്ന് കൂട്ടുകാരോട് ഓരോന്നും പറഞ്ഞിരുന്നെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ വേറെ എവിടെയോ ആയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീടിൻ്റെ പുറത്തേക്കും ഇരുണ്ട ഭാഗത്തേക്കും നോക്കിക്കൊണ്ടിരുന്നു. ഒരു കൂട്ടുകാരൻ ചോദിച്ചു, എന്താടാ ഇന്നെന്തൊരു ടെൻഷൻ? ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ ഉള്ളിൽ കിടന്ന ഭയം കൂടിക്കൂടി വരികയായിരുന്നു. അവസാനം ഞാൻ പതുക്കെ പറഞ്ഞു, 2 ദിവസമായി എനിക്ക് എന്തൊക്കെയോ അനുഭവപ്പെടുന്നുണ്ട്. അവരെല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തനുഭവം? അപ്പോൾ ആദ്യം രാത്രിയിൽ കണ്ട സ്വപ്നം മുതൽ ഇന്നലെ കണ്ട നിഴൽ വരെ എല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ ഒരുത്തൻ ചിരിക്കാൻ തുടങ്ങി. നിനക്ക് ഉറക്കാൻ ശരിയായില്ല, അതാ ഓരോന്ന് തോന്നുന്നത്. ഞാനൊന്നും മിണ്ടിയില്ല. കാരണം അവർ പറയുന്നതും ശരിയായിരിക്കാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ എല്ലാവരും കിടക്കാൻ പോയി. ഞാനും റൂമിലേക്ക് കയറി. അന്ന് രാത്രി ലൈറ്റ് ഓഫ് ചെയ്യാൻ എനിക്ക് ധൈര്യം വന്നില്ല. റൂംമേറ്റ് ചോദിച്ചു, ലൈറ്റ് എന്താ ഓഫ് ചെയ്യാത്തത്? ഞാൻ പറഞ്ഞു, എന്ത് കത്തി കിടക്കട്ടെ. അവൻ ചിരിച്ചു. ഇത്ര വലിയ ആളായിട്ട് പേടിയാണോ? ഞാനൊന്നും പറഞ്ഞില്ല. കുഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്നെ എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്തു. ഉറങ്ങിക്കും, ഒന്നും വരില്ല. റൂം വീണ്ടും ഇരുട്ടിലായി. ഫാനിൻ്റെ ശബ്ദം മാത്രം. ഞാൻ കണ്ണടച്ച് കിടന്നു. എത്ര സമയം കഴിഞ്ഞെന്നറിയില്ല. പെട്ടെന്ന് ഒരു തോന്നൽ. ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ 2 പേര് മാത്രമല്ല, മറ്റാരോ ഉണ്ട്. ആ തോന്നൽ അത്ര ശക്തമായിരുന്നു. എനിക്ക് കണ്ണു തുറക്കാൻ പോലും പേടിയായി. പുതപ്പിനുള്ളിൽ കിടന്നുകൊണ്ട് ഞാൻ ചെവി വട്ടം പിടിച്ചു. അപ്പോഴാണ് വളരെ പതുക്കെ ഒരു ശ്വാസം വിടുന്ന ശബ്ദം കേട്ടത്. എൻ്റെ റൂംമേറ്റ് കിടക്കുന്ന ഭാഗത്തു നിന്നല്ല, റൂമിൻ്റെ മൂലയിൽ നിന്ന്. ഞാൻ ധൈര്യം സംഭരിച്ച് കണ്ണു തുറന്നു. റൂമിൽ നല്ല ഇരുട്ടാണ്. പക്ഷേ ജനലിലൂടെ വരുന്ന ചെറിയ വെളിച്ചത്തിൽ റൂമിൻ്റെ മൂലഭാഗമൊന്ന് കാണാം. ഞാൻ അവിടേക്ക് നോക്കി. ആദ്യം ഒന്നും കണ്ടില്ല. പക്ഷേ കുറച്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇരുട്ടിനുള്ളിൽ ആരോ നിൽക്കുന്നത് പോലെ ഒരു രൂപം കണ്ടു. മുഖം വ്യക്തമായില്ല, പക്ഷേ ഒരാളവിടെ നിൽക്കുന്നുണ്ടെന്ന് തോന്നൽ. ഞാൻ ഉടനെ റൂംമേറ്റിനെ വിളിച്ചു. എടാ. അവൻ കേട്ടില്ല. വീണ്ടും കുറച്ച് ഉച്ചത്തിൽ വിളിച്ചു, എടാ ഒന്ന് എഴുന്നേൽക്ക്. അവൻ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്താടാ? ഞാൻ വിറച്ചുകൊണ്ട് റൂമിൻ്റെ മൂലയിലേക്ക് വിരൽ ചോദി. അവിടെ ആരോ നിൽക്കുന്നു. അവൻ ദേഷ്യപ്പെട്ടു. നിനക്ക് ഭ്രാന്തായോ എന്ന് പറഞ്ഞ് ലൈറ്റ് ഓൺ ചെയ്തു. ലൈറ്റ് തെളിഞ്ഞ നിമിഷം അവിടെ ആരുമില്ല. അവൻ എന്നെ നോക്കി ചിരിച്ചു. കണ്ടോ, വെറുതെ ഓരോന്ന് തോന്നുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. ലൈറ്റ് വീണ്ടും ഓഫ് ചെയ്ത് അവൻ കിടന്നു. ഞാനും കിടന്നു. പക്ഷേ ഉറക്കം വന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ റൂംമേറ്റ് പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. അവൻ്റെ ശ്വാസം വേഗത്തിലായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ? അവൻ കുറച്ചു നേരമൊന്നും പറഞ്ഞില്ല. പിന്നെ വളരെ പതുക്കെ ചോദിച്ചു, നീ ഇപ്പോൾ എൻ്റെ കട്ടിലിനടുത്ത് വന്നിരുന്നോ? ഞാൻ ഞെട്ടി. ഇല്ല. അവൻ്റെ മുഖം പെട്ടെന്ന് മാറി. അപ്പോൾ ആരാ എൻ്റെ കട്ടിലിനടുത്ത് നിന്നത്? അത് കേട്ടപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ വിറച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നപ്പോൾ ഒരാളെൻ്റെ കട്ടിലിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. നീയാണെന്ന് വിചാരിച്ചു. പക്ഷേ വിളിക്കാൻ നോക്കിയപ്പോൾ ആ രൂപം പതിയെ വാതിലിൻ്റെ ഭാഗത്തേക്ക് നടന്നു പോയി. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് വാതിലിലേക്ക് നോക്കി. അവിടെ ആരുമില്ല. ആ രാത്രി പിന്നെ ഞങ്ങൾ 2 പേരും ഉറങ്ങിയില്ല. നേരം വെളുക്കുന്നത് വരെ ലൈറ്റ് ഇട്ടിരുന്നു. രാവിലെ മറ്റു കൂട്ടുകാരോട് എല്ലാം പറഞ്ഞു. ഇത്തവണ അവർ ചിരിച്ചില്ല.
കാരണം ഇന്നലെ വരെ എന്നെ കളിയാക്കിയ എൻ്റെ റൂംമേറ്റ് തന്നെ അതേ കാര്യം പറയുകയായിരുന്നു. എങ്കിലും ഒരുത്തൻ പറഞ്ഞു, ഈ വീട്ടിലൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേർക്കും വെറുതെ തോന്നുന്നതായിരിക്കും. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു കാര്യം വന്നത്. ഈ സംഭവങ്ങളെല്ലാം എപ്പോൾ മുതലാണ് തുടങ്ങിയത്? ഞാൻ ഓരോന്നായി ഓർത്തു. സ്വപ്നം, നിഴൽ, കാലടി ശബ്ദം, റൂമിൽ ആരോ നിൽക്കുന്നത്. ഇതെല്ലാം തുടങ്ങിയത് ഞാൻ ആ റോഡിൽ നിന്ന് ഹെൽമെറ്റ് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ്. അതോർത്ത നിമിഷം എൻ്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് പാഞ്ഞു പോയി. ഞാൻ ഒന്നും പറയാതെ മുറിയിലേക്ക് കയറി. മൂലയിൽ വെച്ചിരുന്ന ആ ഹെൽമെറ്റിലേക്ക് ഞാൻ കുറച്ചു നേരം നോക്കി നിന്നു. അതപ്പോൾ എനിക്ക് ഒരു സാധാരണ ഹെൽമെറ്റ് പോലെ തോന്നിയില്ല. ആ ഹെൽമെറ്റിലേക്ക് ഞാൻ കുറച്ചു നേരം നോക്കി. ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ, ഇത് ഇവിടെ വെക്കണ്ട, എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കണം. അത് വെറും എൻ്റെ തോന്നലായിരുന്നു എന്നറിയില്ല. പക്ഷേ ആ നിമിഷം മുതൽ ആ ഹെൽമെറ്റ് വീട്ടിൽ വെക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. അത് ജോലിക്ക് പോലും പോകുമ്പോൾ മനസ്സിനൊരു സമാധാനമില്ലായിരുന്നു. എന്ത് ജോലി ചെയ്താലും ആ ഹെൽമെറ്റാണ് മനസ്സിൽ. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോയില്ല. ഹെൽമെറ്റ് ഒരു കവറിലിട്ട് ഞാൻ ജോലിക്ക് പോയപ്പോൾ എടുത്തിരുന്നു. ശേഷം അത് കിട്ടിയ സ്ഥലത്തേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ സമയം ഏകദേശം 8 മണിയായിരുന്നു. അന്ന് ഞാൻ എടുത്ത അതേ സമയം. റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. ഇടയ്ക്ക് ഓരോ വാഹനങ്ങൾ മാത്രം കടന്നു പോകുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു. ആ സ്ഥലം കണ്ടപ്പോൾ തന്നെ ശരീരമാകെ ഒരു വിറയൽ വന്നു. ഞാനൊന്നും ആലോചിച്ചില്ല. ഹെൽമെറ്റ് എടുത്ത് അത് കടന്നിരുന്ന റോഡിൻ്റെ വക്കിൽ തന്നെ പതുക്കെ വെച്ചിട്ട് ഞാൻ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല. തിരികെ നടക്കാൻ തുടങ്ങി. വിചിത്രമായി പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവിടെ നിന്ന് കുറച്ചു ദൂരം നടന്നപ്പോൾ 2 ദിവസമായി നെഞ്ചിലുണ്ടായിരുന്ന ആ ഭാരം പെട്ടെന്ന് ഇറങ്ങിയതുപോലെ തോന്നി. ആരോ എൻ്റെ പിന്നാലെ നടക്കുന്നതായി തോന്നിയിരുന്ന ആ ഫീലിംഗ് ഇപ്പോൾ ഇല്ല. ഞാൻ വീട്ടിലെത്തിയപ്പോൾ മനസ്സിന് ആദ്യമായിട്ട് ഒരു സമാധാനം തോന്നി. അന്ന് രാത്രി 2 ദിവസത്തിന് ശേഷം ഞാൻ ശരിക്കും ഉറങ്ങി. സ്വപ്നങ്ങളൊന്നും കണ്ടില്ല. ജനലിൽ മുട്ടുന്ന ശബ്ദമില്ല. വരാന്തയിൽ കാലടി ശബ്ദമില്ല. റൂമിലാരോ നിൽക്കുന്നത് പോലെ തോന്നിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ റൂംമേറ്റ് എന്നോട് ചോദിച്ചു, ഇന്നലെ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. അത് കേട്ടപ്പോൾ എൻ്റെ സംശയം വീണ്ടും കൂടി. ഇതിനെല്ലാം കാരണം ആ ഹെൽമെറ്റ് തന്നെയായിരുന്നു. പക്ഷേ അതിന് വ്യക്തമായ ഒരു ഉത്തരം അപ്പോഴും എനിക്ക് കിട്ടിയിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ചായ കുടിക്കാനടുത്തുള്ള ഒരു കടയിൽ കയറി. അവിടെ കുറച്ച് നാട്ടുകാർ സംസാരിച്ചിരിക്കുകയായിരുന്നു. സംസാരത്തിനിടയിൽ ഒരാൾ പറഞ്ഞു, കുറച്ച് ദിവസം മുൻപ് ഇവിടെ റോഡിൽ വലിയൊരു അപകടം നടന്നല്ലോ. ഞാനിത് കേട്ട ഉടനെ അവരുടെ അടുത്തേക്ക് ചെന്നു. എവിടെ അപകടം നടന്നത്? അവർ പറഞ്ഞ സ്ഥലം കേട്ടപ്പോൾ എൻ്റെ കൈകാലുകൾ തളർന്നു. ഞാൻ ഹെൽമെറ്റ് എടുത്ത അതേ സ്ഥലം. ഞാൻ ഒന്നും മിണ്ടാതെ കേട്ടു നിന്നു. കടയിലുണ്ടായിരുന്ന പ്രായമായ ഒരാൾ പറഞ്ഞു, രാത്രി ബൈക്ക് നിയന്ത്രണം വിട്ടിടിച്ചു, സ്പോട്ടിൽ തന്നെ ആൾ മരിച്ചു. ഞാൻ പതുക്കെ ചോദിച്ചു, അയാളുടെ ഹെൽമെറ്റ് കിട്ടിയില്ലേ? അയാൾ എന്നെ നോക്കി പറഞ്ഞു, അപകടം നടന്നപ്പോൾ ഹെൽമെറ്റ് തെറിച്ചു പോയെന്ന് കേട്ടു, പിന്നീട് കിട്ടിയില്ലേ എന്നൊന്നും അറിയില്ല. ആ വാക്കുകൾ കേട്ട നിമിഷം എൻ്റെ ശരീരം മുഴുവൻ തണുത്തുറഞ്ഞു പോയി. കാരണം ഞാനെടുത്ത ഹെൽമെറ്റ് അതുതന്നെയായിരുന്നു. അന്ന് വീട്ടിലെത്തിയിട്ടും ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞില്ല. ഞാനെടുത്ത ഹെൽമെറ്റ് അതുതന്നെയായിരുന്നു. അന്ന് വീട്ടിലെത്തിയിട്ടും ഞാൻ ആ കാര്യം ആരോടും പറഞ്ഞില്ല. പക്ഷേ രാത്രിയിൽ എല്ലാ കൂട്ടുകാരും ഒരുമിച്ചിരിക്കുമ്പോൾ ഞാൻ നടന്നതെല്ലാം പറഞ്ഞു. ഹെൽമെറ്റ് തിരികെ കൊണ്ടുപോയി വെച്ചതും അതിനുശേഷം എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് നിന്നതും പിന്നീട് അപകടത്തെക്കുറിച്ച് അറിഞ്ഞതും. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം ആരുമൊന്നും സംസാരിച്ചില്ല. എന്നെ ആദ്യം കളിയാക്കിയിരുന്ന അതേ കൂട്ടുകാരൻ പതുക്കെ പറഞ്ഞു, അന്ന് നീ അത് എടുത്തില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. അതിനുശേഷം ആ സ്ഥലത്തു കൂടി ഞാൻ പലതവണ പോയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല. റോഡിൽ കിടക്കുന്ന എന്തെങ്കിലും വസ്തു, പ്രത്യേകിച്ച് അപകടം നടന്ന സ്ഥലത്തിന് സമീപം കിടക്കുന്നതാണെങ്കിൽ ഞാൻ ഒരിക്കലും എടുക്കാറില്ല. ഇന്നും രാത്രി വൈകി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ആ സംഭവം ഓർമ്മ വരും. ആദ്യ രാത്രി ഞാൻ കണ്ട ആ സ്വപ്നവും ഓർമ്മ വരും. ചെവിയുടെ അടുത്ത് കേട്ട ആ പതിഞ്ഞ ശബ്ദവും ഇന്നും മറന്നിട്ടില്ല. അതെൻ്റേതാണ്. അത് ശരിക്കും എൻ്റെ തോന്നലായിരുന്നു. അതോ ആ ഹെൽമെറ്റിൻ്റെ യഥാർത്ഥ ഉടമ അവസാനമായി എന്നെ ഓർമ്മിപ്പിക്കാൻ വന്നതായിരുന്നു? ആ ചോദ്യത്തിന് ഇതുവരെ എനിക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല.